ഹായ് മക്കളെ, എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ടീച്ചർമാർ എങ്ങനെ എപ്പോഴും സന്തോഷമായിരിക്കാം, ടീച്ചർമാർ എപ്പോഴും ഹാപ്പി ആയിരിക്കുന്നതിന്റെ സീക്രട്ട് എന്താ? അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കൂ. പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് എന്റെ ഗോൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ ഹാപ്പി ആകാം. കുറെ നാളെ ശ്രമിക്കുന്നു, എനിക്കൊരു ജോലി കിട്ടുന്നില്ല, ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അന്ന് ഹാപ്പി ആകാം. അല്ലെങ്കിൽ എനിക്ക് റിലേഷൻഷിപ്പിൽ കുറേ പ്രശ്നമുണ്ട്, ആ പ്രശ്നങ്ങൾ സോൾവ് ആയി കഴിഞ്ഞാൽ ഞാൻ അന്ന് ഹാപ്പി ആകാം. എനിക്ക് ഒരുപാട് കടബാധ്യതയുണ്ട്, അതൊക്കെ ഒന്ന് അടഞ്ഞു തീർന്നാൽ ഞാൻ അന്ന് ഹാപ്പി ആകാം. ഇങ്ങനെ ലക്ഷ്യങ്ങൾ നേടിക്കഴിഞ്ഞ് ഹാപ്പി ആകാനിരിക്കുന്ന കുറേയധികം പേരുണ്ട്. നിങ്ങൾ അങ്ങനെയാണോ? ആണെങ്കിൽ യെസ് എന്ന് കമന്റ് ഇടും കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ലക്ഷ്യങ്ങളൊക്കെ നേടിക്കഴിഞ്ഞിട്ടാണോ ശരിക്കും ഹാപ്പി ആകേണ്ടത്? അതായത് ഈ ലക്ഷ്യങ്ങളൊക്കെ നേടിയിട്ടുള്ള ഭയങ്കരമായിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള മില്യനേഴ്സിനൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാവരും 24/7 ഹാപ്പി ആണോ? അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് വെറുതെ ഒരു ഫേക്ക് ഹാപ്പിനെസ്സോ അല്ലെങ്കിൽ ഒരു താൽക്കാലിക സന്തോഷത്തെ കുറിച്ചല്ല, എപ്പോഴും എങ്ങനെ സന്തോഷമായിരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക കേട്ടോ. നിങ്ങൾക്ക് എപ്പോഴും സന്തോഷമായിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഉള്ളിൽ നടക്കുന്ന നെഗറ്റീവ് ചിന്തകളാണ്. കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചെടുക്കും ആളുകൾ. എന്നോട് അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പെരുമാറി, എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് വേദനകൾ ഉണ്ടായിട്ട്, വിഷമങ്ങളുണ്ട്. നിങ്ങൾ എപ്പോഴും ആ പാസ്റ്റിലെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ സന്തോഷം കിട്ടില്ല. പിന്നെ ചിലരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ലൈഫിൽ നടക്കുന്ന പ്രശ്നങ്ങളായിരിക്കും. അല്ലെങ്കിൽ എൻ്റെ ലൈഫിന് എങ്ങനെയാകും, എനിക്ക് എന്തെങ്കിലും പ്രശ്നം വരൂ, എൻ്റെ ഫാമിലിക്ക് അത് വരൂ, ഇത് വരൂ, ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് തകർന്നു പോകും, ഇങ്ങനെയുള്ള പേടി, ആങ്സൈറ്റി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മുടെ സന്തോഷത്തെ തകർക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ചോയ്സ്, നമ്മൾ എടുക്കുന്ന ഒരു ഡിസിഷനാണ്. ഞാൻ എൻ്റെ ലൈഫിൽ തീരുമാനിച്ചൊരു കാര്യമാണ്, എനിക്ക് എപ്പോഴും സന്തോഷമായിരിക്കണം, എല്ലാ സാഹചര്യങ്ങളും എനിക്ക് അനുകൂലമായിട്ട് ഞാൻ ഹാപ്പി ആയിരിക്കും എന്ന് വെച്ചാൽ നടക്കത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും വിചാരിക്കുന്ന വെച്ചാൽ ചുറ്റുമുള്ള ആളുകൾ മാറിക്കഴിഞ്ഞാൽ ഞാൻ അന്ന് ഹാപ്പി ആവാം. കാര്യം ചുറ്റുമുള്ള ആളുകളെ മാറ്റാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചുറ്റുമുള്ള ആളുകളെ എല്ലാം മാറ്റിയെടുത്തിട്ട് നമുക്ക് സന്തോഷിക്കാമെന്ന് വെച്ചാൽ നടക്കത്തില്ല എൻ്റെ മക്കളെ. അപ്പം നമ്മൾ എന്ത് ചെയ്യാം? ആൾക്കാരെങ്ങനെ വേണേലും എന്നോട് പെരുമാറട്ടെ, അവര് നമ്മളടുത്ത് എങ്ങനെ സ്നേഹത്തോടെ പെരുമാറണോ, അതോ നമ്മളെ വിമർശിക്കണോ, കുറ്റപ്പെടുത്തണോ, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. നമ്മൾ തീരുമാനിക്കാം എനിക്ക് എപ്പോഴും സന്തോഷമായിരിക്കണം. അത് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷത്തെ നശിപ്പിക്കാൻ ആർക്കും കഴിയില്ല. നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ഹാപ്പിനെസ് വേണോ? എല്ലാവർക്കും ഇൻസ്റ്റന്റ് ഭയങ്കര ഇഷ്ടമാണ്. ഇൻസ്റ്റന്റ് മാഗി നൂഡിൽസ്, പെട്ടെന്ന് സന്തോഷം കിട്ടുള്ളൂ അല്ലെ? അതിനൊരു സീക്രട്ട് ടീച്ചർ പറഞ്ഞുതരാം. പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. അതായത് നമ്മുടെ ജീവിതത്തിലെ ഇല്ലായ്മകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് തോന്നും, എനിക്ക് അതില്ലല്ലോ, എനിക്ക് വലിയ വീടില്ല, എനിക്ക് കാറില്ല, എനിക്ക് യാത്രകൾ പോകാൻ പറ്റുന്നില്ല, അല്ലെ എനിക്ക് ഇന്ന ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്, എനിക്ക് റിലേഷൻഷിപ്പിൽ ഈ പ്രശ്നം. നമ്മുടെ ഇല്ലായ്മകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് തോന്നും എൻ്റെ ജീവിതം വളരെ വലിയൊരു പരാജയമാണ് എന്ന് തോന്നും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ എത്ര ബ്ലെസ്ഡ് ആണ്. നമുക്ക് കാണാൻ പറ്റുന്നില്ലേ, കാഴ്ചശക്തിയില്ലേ, കേൾക്കാൻ പറ്റുന്നില്ലേ, സംസാരിക്കാൻ പറ്റുന്നില്ലേ? ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിലൂടെ എന്നെ കാണുന്നില്ലേ, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നില്ലേ? നമ്മൾ എഴുന്നേറ്റ് നടക്കുന്നുണ്ട്, ഓടുന്നുണ്ട്, ചാടുന്നുണ്ട്, ഡാൻസ് ചെയ്യുന്നുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഉള്ളതിലേക്കൊന്ന് നോക്കിയ മക്കളെ, അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ദൈവം എന്തോരം അനുഗ്രഹങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ? ആ ഓരോ അനുഗ്രഹങ്ങൾക്കും എൻ്റെ മക്കളൊന്ന് നന്ദി പറഞ്ഞു. ദൈവമേ, എനിക്ക് ആരോഗ്യമുള്ളൊരു ശരീരം നീ തന്നല്ലോ, നന്ദി ദൈവമേ. എനിക്ക് കണ്ണിന് കാഴ്ചശക്തി ഉണ്ടല്ലോ, നന്ദി ദൈവമേ. മക്കളെ കാണുമ്പോൾ ദൈവമേ, എനിക്ക് 2 കുഞ്ഞുങ്ങളെ തന്നല്ലോ, എനിക്ക് നല്ലൊരു ഭർത്താവിനെ തന്നല്ലോ, എനിക്ക് കയറി കിടക്കാൻ ഒരു വീട് തന്നല്ലോ. ഉള്ളതിന് നിങ്ങളും നന്ദി പറഞ്ഞു നോക്കേ. നന്ദി പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ശരിയാ, എൻ്റെ ലൈഫിൽ എന്തോരം അനുഗ്രഹങ്ങളുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ ലൈഫിലെ ഇല്ലായ്മയിലേക്ക് നോക്കിയത് കൊണ്ടാണല്ലോ എനിക്കൊരു സന്തോഷം കിട്ടാത്തത്. മക്കളെ, നിങ്ങൾക്ക് സന്തോഷം വേണമെങ്കിൽ നിങ്ങൾ നന്ദി പറയുക. ഉള്ളതിന് നന്ദി പറയുമ്പോൾ ഇല്ലാത്തത് നമ്മുടെ ലൈഫിലേക്ക് വരും. മക്കളെ, നിങ്ങൾക്ക് യഥാർത്ഥ സന്തോഷം അനുഭവിക്കണമെങ്കിൽ ലീവ് ഇൻ ദ പ്രസന്റ് മൊമെന്റ്. ഈ നിമിഷത്തിൽ ജീവിക്കാൻ പഠിക്കുക. അതായത് നിങ്ങൾ പാസ്റ്റില് സ്റ്റക്കായി നിൽക്കുകയാണെങ്കിൽ ആ ഒരു ഡിപ്രഷൻ അവസ്ഥയിലേക്ക് പോകും. ഇനി ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ ആങ്സൈറ്റിയിലേക്ക് പോകും. ഈ നിമിഷത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ എന്തെന്നില്ലാത്ത സമാധാനം, എന്തെന്നില്ലാത്ത സന്തോഷം നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയും. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഉണ്ടല്ലോ, ദൈവത്തെ മുറുകെ പിടിക്കാം. നിങ്ങൾക്കറിയാം, ഞാൻ വളരെയധികം എന്താ പറയുക വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നത് എൻ്റെ ഗുരുവായൂരപ്പനിലാണ്. അതുപോലെ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ദൈവം ഉണ്ടാവുമല്ലോ. ദൈവത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാം മക്കളെ. നിങ്ങളുടെ വലത് കയ്യിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം, ഇടത് കയ്യിൽ ടീച്ചറമ്മയും പിടിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എന്തിനു
എന്തിനാ പ്രയാസപ്പെടുന്നത്, എന്തിനാ സങ്കടപ്പെടുന്നത്? നിങ്ങൾ ശരിക്കും ഒരു വിശ്വാസിയാണോ? യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ എന്താ, എപ്പോഴും എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്, എനിക്ക് നല്ലതേ വരും എന്ന് ചിന്തിക്കും. ഇന്ന് ഇന്നലെ നമ്മുടെ വീടിനടുത്ത് ഒരു അമ്മ, ഏകദേശം എൻ്റെ ഏജൊക്കെ വരുന്ന ഒരു അമ്മയും ഒരു മകനും, ഒരു 18 വയസ്സുള്ള കുട്ടിയും, അവര് ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു ഇങ്ങനെ ഒരു മെസ്സേജ് ഞാൻ കേട്ടു. അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, അവരെന്തോ ഫിനാൻഷ്യൽ പ്രോബ്ലം ആണ് അവരുടെ മരണകാരണം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റിയത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. 18 വയസ്സുള്ള മകൻ, അവനൊന്ന് പഠിച്ച് ഒരു ജോലി വാങ്ങിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന ഫിനാൻഷ്യൽ ഇഷ്യൂസ് അവരുടെ ലൈഫിലുള്ളൂ. പക്ഷെ അവരെന്താണ്, അവർ ആ നെഗറ്റീവ് ചിന്തിച്ചു, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചു, ആകെ വിഷമത്തിലേക്ക് പോയി, ഡിപ്രഷൻ അവസ്ഥയിലേക്ക് പോയി, മരണത്തിനെ ശരിക്കും അവർ ക്ഷണിച്ചു വരുത്തിയതാണ്. ഒന്ന് മാറി ചിന്തിക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ അല്ലെ, ലൈഫ് എത്ര മാറിയേനെ. നിങ്ങൾ എങ്ങനെയൊക്കെ നിങ്ങളുടെ ബന്ധുക്കളുടെ കൂട്ടത്തിലോ പരിചയക്കാരുടെ ഇടയിലോ ഒക്കെ ഒരുപാട് വിഷമത്തിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ടീച്ചർമാരുടെ വീഡിയോസ് ഒന്ന് അയച്ചു കൊടുക്കുക മക്കളെ. ചിലപ്പോൾ നമ്മൾ അയച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും ഒരു മനുഷ്യന്റെ ജീവിതം തന്നെ മാറ്റുന്നത്. അവർ ചിലപ്പോൾ നേരിട്ട് നിങ്ങളോട് നന്ദി പറഞ്ഞില്ലെങ്കിൽ പോലും അവരുടെ ലൈഫ് മാറുന്നതിനനുസരിച്ച് ആ അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. നമ്മൾ എപ്പോഴും നേടേണ്ടത് മറ്റുള്ളവരുടെ അനുഗ്രഹമാണ്. മറ്റുള്ളവരെ നമ്മൾ സഹായിക്കുക, മറ്റുള്ളവർക്ക് നന്മ വരാൻ പ്രാർത്ഥിക്കുക. എന്നും ടീച്ചറമ്മ പറയുന്ന പോലെ ശുദ്ധ മനസ്സുള്ള ഒരു വ്യക്തിയായിരുന്നാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ ഇന്നർ ഹാപ്പിനെസ് ലഭിക്കും. അതുപോലെ തന്നെ മക്കളെ, നമുക്ക് സന്തോഷം വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ ഫോർഗീവ് ചെയ്ത് കൊടുക്കുക. ആരോടെങ്കിലും ഒക്കെ ഉള്ള ദേഷ്യം ഇങ്ങനെ മനസ്സിൽ കൊണ്ടു നടന്നാൽ അതിങ്ങനെ മനസ്സിൽ കിടന്ന് ലാവ തിളച്ച് മറിയുന്ന പോലെ മറിഞ്ഞ് നമ്മുടെ സന്തോഷത്തെ അത് നശിപ്പിക്കും. അതുകൊണ്ട് നമ്മൾ ആരോടെങ്കിലും ഒക്കെ ഉള്ള ദേഷ്യം കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഫോർഗീവ് ചെയ്ത് കൊടുത്ത്, ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുക. ഫോർഗീവ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഫോർഗീവ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ മനസ്സിൽ കിട്ടുന്ന ഒരു ആശ്വാസം അല്ലെ, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതുപോലെ തന്നെ മൂവ് യുവർ ബോഡി, ഡെയിലി ബോഡി മൂവ് ചെയ്യണം, ഡാൻസ് കളിക്കണം. നിങ്ങൾക്കറിയാം, ടീച്ചർമാരുടെ സിൽവർ ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങളെ കൊണ്ട് ടീച്ചർ ഡാൻസ് കളിപ്പിക്കുന്നത് എന്തിനാ, ബോഡി മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ പോസിറ്റീവ് എനർജി വർദ്ധിക്കും. നമ്മുടെ ഈ സിൽവർ ക്ലാസ്സിൽ ഈ മാസത്തെ അഡ്മിഷൻ ക്ലോസ് ചെയ്തിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇനി ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന്. പറ്റൂല മക്കളെ, ജാനുവരി 2 പുതിയ ബാച്ച് വരുന്നുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യാൻ. പുതിയ വർഷമാണ് 2026, നമ്മുടെ മാജിക്കൽ ഇയർ ആക്കണ്ടേ. അപ്പോൾ നിങ്ങൾക്ക് ലൈഫിൽ ഒരു മെന്റർ വേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൈ പിടിച്ചുകൊണ്ട് സക്സസിലേക്ക് എത്തിക്കാനായിട്ട് നമുക്കൊരു മെന്റർ ഉണ്ടെങ്കിൽ അതിലും വലിയ ഭാഗ്യം എന്താ വേണ്ടത്. അപ്പൊ 2026 നിങ്ങളുടെ ഭാഗ്യവർഷമാക്കാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ടീച്ചറുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുക. സിൽവർ ക്ലാസ്സിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സ്ക്രീനിൽ കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ബോഡി മൂവ് ചെയ്യിക്കുക. പിന്നെ ഓവറോൾ നമ്മൾ എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു കാര്യമാണ് മെഡിറ്റേഷൻ ചെയ്യണം കേട്ടോ. മെഡിറ്റേഷൻ നമ്മുടെ ചിന്തകളെ നമ്മുടെ വരുതിയിൽ കൊണ്ടുവരാനും എപ്പോഴും നമ്മളെ നല്ല സന്തോഷമായിട്ടിരിക്കാനും ഒക്കെ സഹായിക്കും. ഇതുപോലെ ടീച്ചർമാർ പ്രാക്ടീസ് ചെയ്യുന്ന കുറേ സീക്രട്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നമ്മുടെ സിൽവർ ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാ സീക്രട്സും പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. ബൈ ബൈ.